ഇന്നലെ നടന്ന കലിംഗയിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മുൻ ചാമ്പ്യന്മാരെ വീഴ്ത്തി അങ്ങോട്ട് കളഞ്ഞമാരെ ഇങ്ങെടുത്ത് തൂത്ത് കളഞ്ഞ ഈസ്റ്റ് ബംഗ്ലാവ് എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ ഒന്നും കളിച്ചില്ല ഈസ്റ്റ് ബംഗ്ലാവ്. ബ്ലാസ്റ്റേഴ്സാണ് ആധിപത്യം മൊത്തം കളിയിലെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും 3 ഓൺ ടാർഗറ്റ് ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ ഒരു ഓൺ ടാർഗറ്റ് പോലും പായിക്കാൻ ഇത്രയും മികച്ച മുന്നേറ്റ നിരയായിട്ട് വന്ന ഈസ്റ്റ് ബംഗ്ലാവിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കളിയിൽ ആദ്യത്തെ 30 മിനിറ്റ് ഈസ്റ്റ് ബംഗ്ലാവ് മികച്ച രീതിയിൽ തന്നെ കളിച്ചു, നല്ല ഡിഫൻസ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് മോശം പ്രകടനം തന്നെ. അപ്പോൾ ഇന്നലെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു. ആ 30 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഗോൾ. മൊത്തം എത്ര അവസരങ്ങൾ കിട്ടി ഹിംനസിന്, അത് പാഴാക്കി കളഞ്ഞു. പക്ഷേ നോവ സദോയുടെ പ്രകടനം എടുത്ത് പറയണം. നോവയുടെയും ലൂണയുടെയും പ്രകടനം എടുത്ത് തന്നെ പറയണം. ലൂണ 60 മിനിറ്റ് വരെ കളിച്ചു എങ്കിലും മികച്ച പ്രകടനം തന്നെ കഴിച്ചു. എനിക്കൊരു പരിക്കുണ്ട്, അതിന് അത്ര ഇപ്പം അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂ എന്നുള്ളത്. കയ്യിലൊരു പെയിൻ ഉണ്ടെന്ന് ഡേവിഡ് കാറ്റല പറഞ്ഞു. എന്തായാലും 2-0 വിജയിച്ച് കയറി ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ 40 മിനിറ്റിൽ ഹ്യൂമനസിന്റെ പെനാൽറ്റി ഗോളിലൂടെ 1-0 തന്നെ ഫസ്റ്റ് ഹാഫ് തീർത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ഒരു ബാങ്കർ ഗോളായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു മികച്ച ഗോൾ അടിച്ച് നോവ 2-0 കളി സീൽ ചെയ്തു. പിന്നെ കുറെ അവസരം കിട്ടി. നോവയ്ക്കൊക്കെ ഒരു ഫ്രീ ചാൻസ് കിട്ടി. ഗോളിയാൻ കഴിഞ്ഞു പോയത് പന്തടിച്ച് വെളിയിൽ കളഞ്ഞെന്ന് തന്നെ പറയേണ്ടി വരും. താത്തടിക്കേണ്ട ബോൾ പൊക്കി അടിച്ചാൽ കളഞ്ഞു നോവ. അതൊരു നല്ല ചാൻസ് ആയിരുന്നു അത്. പിന്നെ സൈഫിനൊരു അവസരം കിട്ടി, സൈഫോടെ സ്ലിപ്പായി വേണ്ടി വന്നു. അതുപോലെ ശ്രീകുട്ടന് കുറേ ചാൻസ് കിട്ടി. നല്ല പ്രകടനം തന്നെ ശ്രീകുട്ടനും കഴിച്ചു. വിപിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം, മികച്ച പ്രകടനം തന്നെയാണ്. ഡിഫൻസ്, അപ്പോൾ ഡിഫൻസിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഏകദേശമൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയും ഡിഫൻസ് കുറച്ചും കൂടി സെറ്റാവാനുണ്ട്. ഞാൻ സാറ്റിസ്ഫൈ അല്ലാത്ത ഈ വിങ് ബാക്സിൻ്റെ കാര്യത്തിലാണ്. വിങ് ബാക്സും കൂടി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നല്ലതായിരിക്കുമെന്ന്. ഒരു ഹോർമിപ്പാൻ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഹോമിപ്പാനെ മാറ്റേണ്ടി വന്നുള്ളതാണ്. പകരം ഐബൻ ഡോംഗ്ലിംഗ് വന്നു. എന്തായാലും കോച്ചിന് വന്നപ്പോൾ തന്നെ ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോൾ ആദ്യത്തെ മാച്ച് തന്നെ യെല്ലോ കാർഡും കിട്ടി, കളി വിജയിച്ചും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു നോവ സദോയി, അതുപോലെ അഡ്രിയാൻ ലൂണ. ഹിമൻസിന് ഒരുപാട് ചാൻസ് എത്തി. അതാ എനിക്ക് തോന്നുന്നു കളി കൂടുതൽ ഹ്യൂമിനിറ്റി കൂടുതലായിരുന്നു, കുറച്ച് ചൂടൻ കളിയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഹിമൻസിന് ഒരുപാട് സ്റ്റാമിനയൊക്കെ മറ്റേ ഇഷ്യൂ ഒക്കെ വന്ന് കാണുമെന്നുള്ളതാണ്. എന്തായാലും നോവ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിമർശിച്ചവരെ മുമ്പിൽ ഒരു കിടിലൻ ബാങ്കർ ഗോളും അടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഒരു വിശേഷമായ ഫുട്ബോൾ വീണ്ടും എത്താം.